അമിത ജോലിഭാരത്തെ തുടർന്ന് യുവതി കുഴഞ്ഞു വീണു മരിച്ചെന്ന പരാതിയുമായി കുടുംബം രംഗത്ത് വന്നു. പൂനെയിലെ ENY കമ്പനിക്കെതിരെയാണ് പരാതി. കങ്ങരപ്പടി സ്വദേശി അന്നയാണ് മരിച്ചത്. രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മകൾ അതിന് തയ്യാറായില്ലെന്നും കുടുംബം പറഞ്ഞു. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടി ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ചെയർമാനെ കുടുംബം പരാതി കത്തയച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, വിശദാംശങ്ങൾ ഈ ജോലിഭാരം കൊണ്ട് തന്നെയാണോ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തോ മറ്റോ അന്ന ഇട്ടിരുന്നോ? SKN നിരവധി തവണ അന്ന മാതാപിതാക്കളോട് താൻ നേരിട്ട ജോലിഭാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓവർനൈറ്റ് ഡ്യൂട്ടി അടക്കം നിരന്തരം ചെയ്തിരുന്നു എന്നാണ് മാതാപിതാക്കൾക്ക് നൽകുന്ന വിവരം. അതായത് ജൂലൈ 24-നാണ് അന്ന മരിക്കുന്നത്. അതായത് ആ മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് പോലും മാതാപിതാക്കളോട് സംസാരിക്കുകയും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്തതാണ്. പെട്ടെന്ന് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി താഴെ പോയി കയറി വരുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണ മരിച്ചത്. ഇതിന് പിന്നാലെയാണ് നിലവിൽ തന്റെ മകൾ അമിത ജോലിഭാരത്തെ തുടർന്ന് EY സ്ഥാപനത്തിലെ ഈ അമിത ജോലിഭാരത്തെ തുടർന്ന് ആണ് തന്റെ മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും മരണവും സംഭവിച്ചതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ചൂണ്ടിക്കാട്ടി EY ചെയർമാന് മാതാപിതാക്കൾ കത്ത് നൽകിയിട്ടുണ്ട്. എറണാകുളം കങ്ങരപ്പടി സ്വദേശിനിയാണ് അന്ന. മാർച്ചിലാണ് അവിടെ ജോലി ആരംഭിച്ചത്. 4 മാസം ഇപ്പുറമാണ് മരണം സംഭവിച്ചത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് EY ചെയർമാന് കത്ത് നൽകിയത്. അദ്ദേഹം ഈ വിഷയത്തിൽ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു എന്നാണ് മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരം. മറ്റ് അസ്വാഭാവികമായ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ അന്നയ്ക്കില്ലായിരുന്നു എന്ന് കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ജോലി രാജിവെക്കാൻ തങ്ങൾ അന്നയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ 1 വർഷം തികച്ചാൽ മറ്റിടങ്ങളിലേക്ക് ജോലി ലഭ്യമാകാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന ഈ ജോലിയിൽ തുടർന്നത്. പക്ഷെ അത് പൂർത്തിയാക്കാൻ അന്നക്കായില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഈ അന്നയുടെ കുറിപ്പും അന്നയുടെ മാതാവിന്റെ കുറിപ്പും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. SK ടെക്കികളുടെ പ്രതിനിധി രാജീവ് കൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നു. രാജീവ് കൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ ടെക്കികൾക്ക് പൊതുവേ ജോലിഭാരം കൂടുതലാണ്, അതിൻ്റെ സമ്മർദ്ദം അവർ അനുഭവിക്കുന്നു എന്ന രീതിയിൽ പരാതി ഉയരാൻ തുടങ്ങി കുറച്ചു കാലമായി. ഇപ്പോൾ ഈ അന്ന സെബാസ്റ്റ്യൻ്റെ അതിൻ്റെ ലേറ്റസ്റ്റ് ഇരയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. അത് ഇപ്പോൾ IT മേഖലയിൽ പ്രഷറുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്തായാലും അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് തോന്നുന്നത്. ഇത് നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും കമ്പനികളും സംഘടനകളും സർക്കാരും എല്ലാം ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് നന്നായി കൈകാര്യം ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഈ IT-ലൊക്കെ തന്നെ, പ്രത്യേകിച്ചും ഈ വർക്ക് ഫ്രം ഹോമൊക്കെ വളരെ വ്യാപകമായിരിക്കുന്ന ഒരു രാജ്യത്ത് ഇവർ ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്ന് നിജപ്പെടുത്തിയിട്ടില്ലേ? ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത് നിജപ്പെടുത്തിയിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോമിനും ചില പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ ഓഫീസിൽ ഉള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ഷൻ ഒക്കെ കുറവായത് കാരണം വർക്ക് ഫ്രം ഹോമിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് മാനസിക സംഘർഷം അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും 4 മാസമേ ആയിട്ടുള്ളൂ ഈ കുട്ടി ജോയിൻ ചെയ്തിട്ട് തന്നെ. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനൊരു ഇത് വന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അല്ല, കാരണം ഈ 4 മാസമേ ആയിട്ടുള്ളെങ്കിൽ അത്രയും ജോലിഭാരം ENY-യിൽ ഉണ്ടാകും. ENY വളരെ പ്രൊഫഷണൽ സ്ഥാപനമാണ്, താങ്കൾക്ക് അറിയുന്ന പോലെ. അപ്പോൾ ഈ പ്രൊഫഷണൽ സ്ഥാപനത്തിൽ ഈ ടാർഗറ്റ് കൊടുക്കാൻ തന്നെ സമയമായിട്ടുണ്ടോ? ഈ 4 മാസമല്ലേ ആയുള്ളൂ? തുടക്കത്തിലെ തന്നെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഈ ഒരു പ്രഷർ വരുമ്പോൾ നമുക്ക് നമ്മുടെ ടീംമേറ്റ്സിനോടൊപ്പവും അല്ലെങ്കിൽ കമ്പനിയോടും അത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കമ്പനികൾ ഒരുക്കണം എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് അത്തരം പ്രഷർ ഇപ്പോൾ ആ ജോലി മാറി അല്ലെങ്കിൽ വേറൊരു റോളിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് എനിക്കൊട്ടും എൻ്റെ മാനസികാരോഗ്യം ഒട്ടും ശരിയാവുന്നില്ല എങ്കിൽ കുറച്ച് ലീവ് എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം കമ്പനികളും ഒരുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. ഓക്കെ, താങ്ക് യു രാജീവ് കൃഷ്ണൻ.